2015 തിങ്കൾ മലയാള മാസം 1190 മകരം 19. നമുക്ക് ന്യൂസിലേക്ക് പോകാം. ഫസ്റ്റ് ന്യൂസ് ഗെയിംസ് 6 മെഡലുമായി കേരളം കുതിപ്പ് തുടങ്ങി എന്നൊരു ന്യൂസാണ്. തിരുവനന്തപുരം ദേശീയ ഗെയിംസിന്റെ ആദ്യ ദിനം കേരളം നീന്തിയെടുത്തത് 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ. ഭാരോദ്വഹനത്തിനും ഒരു വെങ്കലം നേടിയ കേരളം 6 മെഡലുകളുമായി ആദ്യ ദിനം ഉജ്ജ്വലമാക്കി. നീന്തലിൽ 6 ഫൈനലുകളിൽ 5ലും ഗെയിംസ് റെക്കോർഡുകൾ തകർക്കപ്പെട്ടപ്പോൾ കേരളം 2 സ്വർണത്തിന് പുറമെ ഒരു വെള്ളിയും 2 വെങ്കലവും കൂടി നേടിയെന്നാണ്. അതിൻ്റെ ഫോട്ടോയുണ്ട്. തിരുവനന്തപുരത്തെ ദേശീയ ഗെയിംസ് നീന്തൽ പുരുഷ വിഭാഗം ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ കേരളത്തിൻ്റെ സാജൻ പ്രകാശ് സ്വർണത്തിലേക്ക് കുതിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോയും നല്ലൊരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. സെയിം പടം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പ്രകാശം പടരുന്നു, കേരളം കുതിച്ചു എന്നൊക്കെ പറഞ്ഞ നല്ല കാര്യമല്ലേ. നമ്മൾ കേരളം ഇപ്പോൾ 2ാമതാണ്, ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത് ഹരിയാനയാണ്. എന്നാലും വി ഹാവ് ഗോട്ട് ചാൻസസ് ടു വിൻ ദ ഗെയിം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വേറൊരു ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടൊരു ന്യൂസാണ്. കൊക്കെയിനായിട്ടൊരു നടനും കൂടെ 4 സ്ത്രീകളും പിടിച്ച കേസ് അല്ലേ. അപ്പോൾ അതും കേന്ദ്രീകരിച്ച് വേറൊരു അപ്ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യുവതികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം, കൊക്കെയിൻ എത്തിയത് വിദേശത്ത് നിന്ന് എന്നാണ് ഇവിടെ അപ്ഡേറ്റ് കൊടുത്തത്. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. കൊച്ചി ആഡംബര ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്ത കൊക്കെയിൻ എത്തിയത് വിദേശത്ത് നിന്നാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ശുദ്ധീകരിച്ച കൊക്കെയിനാണ് പിടിച്ചെടുത്തത്. ഇത് ഗോവയിൽ ഫ്രാങ്ക് എന്ന സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്ന് പിടിയിലായ യുവതികൾ പറയുമ്പോഴും അത് പോലീസ് വിശ്വസിച്ചിട്ടില്ല. പിടിയിലായ നടൻ ഷൈൻ ടോം ശനിയാഴ്ച രാത്രിയോടെ മാത്രമാണ് ഫ്ളാറ്റിൽ എത്തിയതെന്ന് വിവരം. കൊക്കെയിൻ എത്തിച്ചതും പാർട്ടിക്ക് ആളുകളെ സംഘടിപ്പിച്ചതും ബ്ലസ്സി, രേഷ്മ എന്നിവർ ചേർന്നാണ്. അതിനാൽ തന്നെ ഇവരെ കേന്ദ്രീകരിച്ചായിരിക്കും തുടർന്നുള്ള അന്വേഷണവും. ഇരുവരും മയക്കുമരുന്ന് കാരിയർമാരാണെന്ന് പോലീസ് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയായാലും ഓൾറെഡി അവിടെ പല CCTV കവറേജിൽ നിന്നൊക്കെയാണ് കുറേയൊക്കെ ഇൻഫർമേഷൻ ഇവർ കിട്ടിയിരിക്കുന്ന. ആ ഫ്ലാറ്റിലേക്ക് ആൾക്ക് വന്നിട്ടുണ്ട്, ആൾക്ക് പോകുന്നുണ്ടെന്നൊക്കെ അറിയാൻ സാധിച്ചു. ശേഷം ബാക്കി നമുക്ക് എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണ് കേരളം മൊത്തം ഞെട്ടിച്ചൊരു വാർത്തയാണ്. ഇപ്പം എന്തൊക്കെയാണ് ന്യൂ ജനറേഷൻ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പല വിവാദങ്ങളും വന്നിട്ടുണ്ട്. എന്തെങ്കിലും വി ഡോണ്ട് ബിലീവ് ദാറ്റ് എന്തായ ന്യൂ ജനറേഷൻ ഇങ്ങനെയല്ല. പക്ഷെ എന്നാലും ഒരാള് മതി ഇതുപോലെയുള്ള പേര് തീർച്ചയായും. പക്ഷെ എന്നാലും ഈ ഒരു ടീം, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തീർച്ചയായും ചികിത്സിക്കേണ്ടതാണ്. അല്ല, ഒരു അസുഖത്തിന്റെ ഭാഗമാണ്. എന്തൊക്കെയായാലും ലെറ്റ്സ് സീ വരും ദിവസങ്ങളിൽ ഇതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റും. മറ്റൊരു ന്യൂസ്, മഴ കൂടിയിട്ടും വരാനിരിക്കുന്നത് കൊടും വരൾച്ച. തിരുവനന്തപുരം പതിവിൽ കൂടുതൽ മഴ ലഭിച്ചിട്ടും കേരളത്തിൽ ഇത്തവണ കടുത്ത വരൾച്ചയ്ക്ക് സാധ്യതയെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. ആലപ്പുഴ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ തന്നെ ശുദ്ധജലക്ഷാമം തുടങ്ങി. കേരളത്തിന്റെ 2.5% സ്ഥലം കൊടും വരൾച്ചാ മേഖലയായി മാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ ശരാശരി 203 സെന്റിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് കഴിഞ്ഞ തെക്കു പടിഞ്ഞാറൻ മഴ സീസണിൽ 216 സെന്റിമീറ്റർ മഴ ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സുഷമ സ്വരാജ് ഓൺ കോൺഫിഡൻസ് ബിൽഡിംഗ് മിഷൻ ഇൻ ചൈന. ചൈനയിൽ ഫോറിൻ മിനിസ്റ്ററിനെ കണ്ട ഒരു ഫോട്ടോയും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നരേന്ദ്രമോദി മെയിലായിരിക്കും സന്ദർശിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. Anyway, let's just go through the news. Sushma on a confidence building mission in China. You can see the picture there. Sushma Swaraj is being received by China Foreign Minister Wang Yi in Beijing on Sunday. Delhi keen for early settlement to boundary roam. External Affairs Minister. News is Beijing stating that both countries should have mutual confidence. External Affairs Minister Sushma Swaraj on Sunday said that India desired to take economic ties with China to a completely new level. Addressing the launch of the second India-China Media Forum, Sushma Swaraj also said that the Narendra Modi government was committed to exploring an early settlement to the Sino-Indian boundary now. China is today our largest partner in trade and goods, the minister said. The two economies are moving to invest in each other. Serious discussions on enhancing connectivity have been initiated. On that foundation, we are now seeking to take our economic cooperation to a completely new level, she said. അപ്പോൾ എന്തൊക്കെയാണ് വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അപ്പം നമ്മൾ ഇന്ത്യയും ചൈനയൊക്കെ ഒത്തുചേർന്ന് ഒത്തിരി ബിസിനസ് പരമായ കാര്യത്തിലൊക്കെ അവർ കൈകോർത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഇതുപോലത്തെ ഉള്ള അതിർത്തിപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കൂടിയാണ് ഈ ഒരു സന്ദർശനം എന്നാണ് സുഷമ സ്വരാജ് പറഞ്ഞത്. ലെറ്റ്സ് സീ ഇൻ കമ്മിങ് ഡേയ്സ്. മറ്റൊരു ന്യൂസ്, സബ്സിഡി ഇല്ലാത്ത പാചകവാതക സിലിണ്ടറിന് 103 രൂപ കുറച്ചു. രാജ്യാന്തര തലത്തിൽ എണ്ണവില കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ സബ്സിഡി ഇല്ലാത്ത പാചകവാതക സിലിണ്ടറിന്റെയും വിമാന ഇന്ധനത്തിന്റെയും വില വീണ്ടും കുറച്ചു. പാചകവാതക സിലിണ്ടറിന് 103 രൂപയാണ് കുറച്ചത്. പുതിയ വില 605 രൂപ. വിമാന ഇന്ധന വില
11.3% കുറഞ്ഞു. 44.51 രൂപയായി എന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളിപ്പം ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു ലാലിസം ഒക്കെ ഗെയിംസ്, നാഷണൽ ഗെയിംസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് അപ്ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേശീയ ഗെയിംസ് അഴിമതി ആരോപണം ശക്തിപ്പെടുന്നു. കലാപരിപാടികൾക്ക് ചെലവാക്കിയത് കോടികൾ. കെ മുരളീധരൻ കമ്മിറ്റി സ്ഥാനം രാജിവെക്കും. ലാലിസത്തിനെതിരെ പന്തളം സുധാകരൻ എന്നാണ് പിന്നെ പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. തിരുവനന്തപുരം ദേശീയ ഗെയിംസ് നടത്തിപ്പിലെ അഴിമതി ആരോപണങ്ങൾ ശക്തിപ്പെടുത്തി കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. സർക്കാർ ദൂർത്ത് വെളിവാക്കി കോടികളുടെ ചെലവ് കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അഴിമതിയിൽ നടപടിയില്ലാത്തവർ പ്രതിഷേധിച്ച് കെ മുരളീധരൻ MLA അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെക്കും. ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിലെ കലാപരിപാടികൾ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് പന്തളം സുധാകരനും രംഗത്തെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ന്യൂസ് അപ്ഡേറ്റ്. എന്തെങ്കിലും ഇപ്പോൾ ഒന്നും സ്ഥിരീകരിക്കാത്തതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും കമന്റ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിവേസ് ഇങ്ങനെയൊക്കെയാണ്. അതെ, മറ്റൊരു ന്യൂസ്. ഡൽഹിയിൽ വാഗ്യുദ്ധം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദിയും സോണിയയും കേജ്രിവാളും നേർക്കുനേർ. ഡൽഹി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, BJP, ആം ആദ്മി പാർട്ടികൾ തമ്മിൽ കനത്ത വാക്പോര്. സംസ്ഥാന നേതാക്കൾ നിറഞ്ഞുനിന്ന ആദ്യഘട്ടത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഗോദയിലിറങ്ങിയതോടെയാണ് പ്രചാരണം ചൂടുപിടിച്ചത്. നരേന്ദ്രമോദിയും സോണിയയും വിവിധ റാലികളിൽ പ്രസംഗിച്ചു. സോണിയ ആദ്യമായാണ് കോൺഗ്രസിനായി പ്രചാരണ റാലിയിൽ പങ്കെടുക്കുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു ന്യൂസ് ഉള്ളത്. ദേശീയപാതയിൽ വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 4 മരണം എന്നൊരു ന്യൂസും കൂടിയുണ്ട്. തേഞ്ഞിപ്പാലം തിരൂരങ്ങാടി ദേശീയപാതയിൽ ഇന്നലെയുണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ 4 പേർ മരിച്ചു. ചേലമ്പ്ര എടിമുഴക്കിലുണ്ടായ വാഹന അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ ദമ്പതികളാണ് മരിച്ചത്. ദേശീയപാതയിൽ വെള്ളിമുക്കിലുണ്ടായ വാഹന അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. യൂണിവേഴ്സിറ്റി താഴെച്ചിനയ്ക്കൽ പെരുങ്കടക്കാട് മമ്മദിന്റെ മകൻ നിഷാദ്, ഭാര്യ ഫസ്ന എന്നിവരാണ് ചേലമ്പ്രയിലെ അപകടത്തിൽ മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 3 വയസ്സുള്ള മകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് ഉള്ളത്. പിന്നെയുള്ള ഒരു ഇത് വേറൊരു കാര്യം നമ്മൾ ഓൾറെഡി വായിച്ചൊരു ന്യൂസ് ആയിരുന്നു. നമ്മുടെ പാചകവാതത്തിന്റെയും വിലയുടെ ഒക്കെ കാര്യത്തെ കുറിച്ചല്ല. ഇപ്പം പറയുന്നത് എങ്ങനെയാന്ന് പറയുക, വിമാന ഇന്ധനത്തിന് ഡീസലിനേക്കാൾ വില കുറവാണെന്ന്. എന്ത് രസം നോക്കി ഈ വാർത്ത വായിക്കുമ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കത്തില്ല. എന്നാൽ പിന്നെ എല്ലാ വണ്ടികൾക്കും ഇനിയിപ്പോൾ വിമാനത്തിന് ഇന്ധനം കൊടുത്താൽ മതിയെന്ന് എന്തൊക്കെയാലും ഇപ്പം അനു വായിച്ച ന്യൂസിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് ആയിരുന്നു അത്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മളുടെ കൊച്ചിൻ ഹനീഫ. നമുക്ക് കൊച്ചിൻ ഹനീഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് അല്ലെ നമ്മളെ ഒത്തിരി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 5 വർഷം അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്ന് 5 വർഷം തികയാണ്. അപ്പോൾ സിനിമാ രംഗത്ത് സ്വന്തമായി ഒരു ഇടം സൃഷ്ടിച്ച ഒരു കലാകാരൻ കൂടിയാണ്. അതുപോലെ മിമിക്രി വേദികളിലൂടെയാണ് കലാരംഗത്തേക്ക് ചുവടുവെച്ചത് കൊച്ചിൻ ഹനീഫ. ആദ്യം എന്താ പറയുക, ആദ്യം നമുക്ക് ഫസ്റ്റ് വില്ലൻ കഥാപാത്രങ്ങളിലൂടെയായിരുന്നു സിനിമയിലേക്ക് വന്നത്. പിന്നീടാണ് അദ്ദേഹം ഹാസ്യത്തിലേക്ക് പോയത്. എനിക്കൊന്ന് ലോഹിതദാസിന്റെ കിരീടം എന്ന മൂവിയിലൂടെയാണ് അദ്ദേഹം ഒരു ഹാസ്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി എത്തുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ നല്ലൊരു സോങ് കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക്